എല്ലാവർക്കും മോഡ്യൂൾ 4-ലെ ഇൻട്രപ്റ്റുകളും അവയുടെ പ്രോസസ്സിങ്ങും എന്ന സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഇൻറ്ററപ്റ്റുകൾ എന്താണെന്നും അത്തരത്തിലുള്ള ഇൻറ്ററപ്റ്റുകൾ ഉണ്ടായാൽ അവയെ എങ്ങനെ ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നു എന്നുമാണ് പഠിക്കുവാൻ ശ്രമിക്കുക. ഇൻറ്ററപ്റ്റുകൾ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം തടസ്സങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു സിസ്റ്റം പ്രോസസ് ചെയ്യുന്ന സമയത്ത് മൈക്രോ പ്രോസസറിലേക്ക്, അതിൻ്റെ പ്രധാനപ്പെട്ട സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് വരുന്ന ചില സിഗ്നലുകളെയാണ് ഇൻറ്ററപ്റ്റുകൾ എന്നറിയപ്പെടുക. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ തടസ്സം ചെയ്യുന്ന ചില സിഗ്നലുകളാണ് ഇത്തരത്തിലുള്ള ഇൻറ്ററപ്റ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുക. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സിഗ്നൽ ടു എ പ്രോസസർ ഇൻ വിച്ച് പ്രോസസർ ഓൺ റിസീവിങ് ആൻ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രോസസർ ഒരു ഇൻറ്ററപ്റ്റിനെ പ്രോസസറിലേക്ക് ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ഉണ്ടായാൽ അത് സ്വാഭാവികമായും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ സ്റ്റോപ്പ് ചെയ്യുകയും അതിനുശേഷം ഈ ലഭ്യമായ സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്യും. അവിടെ അത്തരത്തിൽ ഓരോ തടസ്സങ്ങളും വരുമ്പോൾ എന്തു ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ചില പ്രോഗ്രാമുകളുണ്ട്. അതാണ് സബ് റൂട്ടീൻസ് എന്ന് അറിയപ്പെടുക. ഓരോ തരം ഇൻറ്ററപ്റ്റുകൾക്കും ഓരോ സബ് റൂട്ടീനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നിലവിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ തടസ്സങ്ങളെയൊക്കെ ഇൻറ്ററപ്റ്റുകൾ എന്നറിയപ്പെടുന്നു. പല രീതിയിലാണ് ആ തടസ്സങ്ങളെ ഒരു അധ്യാപകൻ ഹാൻഡിൽ ചെയ്യുക. ചിലപ്പോൾ നെവർ മൈൻഡ് ആയിട്ട് കാണുകയും അതിനെ ശ്രദ്ധിക്കാതെ ആയി തടസ്സങ്ങളെ വിടുകയും. ചില കുട്ടികൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതൊരു തടസ്സമാണെങ്കിൽ കൂടി ആ തടസ്സത്തെ മൈൻഡ് ചെയ്യാതെ തന്നെ ക്ലാസ് പ്രൊസീഡ് ചെയ്യുന്നു. എന്നാൽ ചില തടസ്സങ്ങൾ അങ്ങനെയല്ല. ഒരു കുട്ടിക്ക് ബോധക്ഷയം വന്ന് വീണാൽ അത് വേറൊരു തരം തടസ്സമാണ്. പക്ഷെ അത് സർവീസ് ചെയ്യാതെ ക്ലാസ് തുടരുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് കാണുന്നു. അതുകൂടാതെ തന്നെ അധ്യാപകനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള പ്രിൻസിപ്പലോ HOD-യോ ആരെങ്കിലും വാതിലിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്ലാസ് നിർത്തുക പതിവാണ്. അപ്പോൾ അത്തരത്തിൽ ചില സിഗ്നലുകൾ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അവ പ്രോഗ്രാമുകൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ തുടരുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പലതരത്തിലുള്ള സിഗ്നലുകൾ അത്തരത്തിലുണ്ട്. സിഗ്നലുകൾ, ഇൻറ്ററപ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ സ്വാഭാവികമായിട്ട് സിഗ്നൽ ഉണ്ടാകുന്നു. ചിലത് ആക്റ്റീവ് ലോ സിഗ്നൽ എന്ന് പറയുന്നു, ചിലത് ആക്റ്റീവ് ഹൈ സിഗ്നൽ. അതായത് ആ സിഗ്നലിൽ 0 വരുമ്പോൾ ആക്റ്റീവ് ആവുന്ന സിഗ്നലുകൾ ചില ഇൻറ്ററപ്റ്റ് സിഗ്നൽ. ചില സിഗ്നലുകൾ അതിൽ ഹൈ സിഗ്നൽ വന്നാൽ മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. അവിടെ അങ്ങനെ 0-ൽ ആക്റ്റീവ് ആവുന്നവ 1 വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. 1-ൽ ആക്റ്റീവ് ആവുന്നവ 0 കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും, ഡീആക്ടിവേറ്റ് ആവും. സോ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു സിഗ്നൽ അറൈസ് ചെയ്യുമ്പോൾ ഡിവൈസിൽ നിന്നും ഒരു സിഗ്നൽ മൈക്രോ പ്രോസസറിലേക്കോ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലേക്കോ വരുമ്പോൾ അതിന്റെ അർത്ഥം ഐ ഹാവ് ഗോട്ട് സംതിങ് ഫോർ യു എന്നുള്ളതാണ്. അതായത് പ്രോസസറിനോട്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാനായിട്ടുണ്ട് എന്നുള്ള ഒരു സിഗ്നലാണ് ഈ ഇൻറ്ററപ്റ്റ് സിഗ്നൽ കൊണ്ട് സ്വാഭാവികമായിട്ട് ഉദ്ദേശിക്കുക. ജനറലായിട്ട് സംസാരിച്ചാൽ ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ബസർ ടു സ്റ്റോപ്പ് ദ കണ്ടിന്യൂസ് പ്രോഗ്രസ് ഓർ ബ്രേക്ക് ദ കണ്ടിന്യൂറ്റി. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ സ്റ്റോപ്പ് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ഉതകുന്ന തരത്തിലുള്ള ബസറാണ് ഇൻറ്ററപ്റ്റുകൾ എന്നറിയപ്പെടുക. There are 3 types of interrupts സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്. ഒന്ന് ഇന്റേണൽ ഇൻറ്ററപ്റ്റ്, 2 സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ്സ്, 3 എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ്. ഇതാണ് 3 വിഭാഗങ്ങളായി ഇൻറ്ററപ്റ്റുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഇന്റേണൽ ഇൻറ്ററപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്റേണൽ ഇൻറ്ററപ്റ്റുകൾ എന്ന് പറയുന്നത് എൻകൗണ്ടർഡ് ഡ്യൂ ടു സം പ്രോബ്ലംസ് ഇൻ എക്സിക്യൂഷൻ. ഒരു എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ എക്സിക്യൂഷനിടയിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇൻറ്ററപ്റ്റുകളാണ് ഇന്റേണൽ ഇൻറ്ററപ്റ്റ്. അതിനെ നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാം: ഇന്റേണൽ ടു ദ പ്രോസസർ, പ്രോസസറിനുള്ളിൽ തന്നെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻറ്ററപ്റ്റുകൾ, ക്ലാസ്സിനകത്ത് തന്നെ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ, ക്ലാസ്സിന് പുറത്തൊന്നും തടസ്സം ഉണ്ടാകും. അപ്പോൾ ഇന്റേണൽ ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ ഊഹിച്ചോളണം, ഉള്ളിൽ നിന്നുണ്ടാകുന്ന തടസ്സങ്ങൾ. ഇറ്റ് സീംസ് ടു ബി യൂസ്ഡ് മോസ്റ്റ്ലി ടു റെഫർ ടു വാട്ട് ആർ ഓൾസോ നോൺ ആസ് എക്സെപ്ഷൻസ് എന്ന് ചിലപ്പം പറയും. ചിലപ്പോൾ അത്തരത്തിലുള്ള ഇൻറ്ററപ്ഷൻസിനെ നമ്മൾ പറയും എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. കാരണം
ചില കാര്യങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാകുന്നതല്ല, ചില എക്സെപ്ഷൻ, ചില സാഹചര്യത്തിൽ ഉണ്ടാകുന്നവ. ചില സാഹചര്യങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ള ഇന്ററപ്റ്റുകൾ ഉണ്ടാകുള്ളൂ. ഇന്ററപ്റ്റ്സ് ദാറ്റ് ഒക്കർ ഇൻ റെസ്പോൺസ് ടു എ പ്രോസസിംഗ് എറർ, അല്ലെ, ഒരു പ്രോസസ് ചെയ്യുന്നിടത്തുണ്ടായ ഒരു എറർ മുഖാന്തരം ഉടലെടുക്കുന്ന ഇന്ററപ്റ്റുകളാണ് ഇത്തരം ഇന്ററപ്റ്റുകൾ. സച്ച് ആസ് റെഫറൻസിങ് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്. ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാമിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു അഡ്രസ്സിൽ നിന്നും ഡേറ്റ എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അത് സ്വാഭാവികമായിട്ടും ഇന്റേണൽ ഇന്ററപ്റ്റ് ആണ്. ബിക്കോസ് അത്തരത്തിലുള്ള ഒരു അഡ്രസ് ഇല്ലാത്ത അഡ്രസ്സിൽ നിന്ന് ഒരു ഡേറ്റ ആവശ്യപ്പെടുന്നു. അതല്ലെങ്കിൽ ഡിവൈഡ് ബൈ 0, അതൊരു എക്സെപ്ഷൻ ആണ്. ആക്ച്വലി ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവത്തില്ല. അത്തരത്തിലുള്ള ഇന്റേണൽ പ്രോസസ്സിങ്ങിനിടയിൽ, എക്സിക്യൂഷനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉടലെടുക്കുന്ന ഇന്ററപ്റ്റുകൾ ഓർ സിമിലർ എറർ കണ്ടീഷൻ, ഇത്തരത്തിൽ ഉണ്ടാകുന്നവയാണ് ഇന്റേണൽ ഇന്ററപ്റ്റുകൾ എന്നറിയപ്പെടുക. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകൾ എന്താന്ന് നോക്കാം. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇന്ററപ്റ്റ് ജനറേറ്റഡ് ബൈ എക്സിക്യൂട്ടിംഗ് ആൻ ഇൻസ്ട്രക്ഷൻ. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന ഇന്ററപ്റ്റുകളാണ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്. അപ്പോൾ അതൊരു ഹാർഡ്വെയർ ജനറേറ്റ് ചെയ്യുന്ന ഇന്ററപ്റ്റ് അല്ല, മറിച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുടലെടുക്കുന്ന ഇന്ററപ്റ്റുകൾ. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഈസ് ഇൻവോക്ഡ് ബൈ എ സോഫ്റ്റ്വെയർ. അപ്പോൾ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഇൻവോക്ക് ചെയ്യുന്നത്, ഉരുത്തിരിയുന്നത് അല്ലെങ്കിൽ അതിനെ എനേബിൾ ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്, അൺലൈക്ക് ഹാർഡ്വെയർ ഇന്ററപ്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ വേസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കേർണൽ. സാധാരണയായി സിസ്റ്റത്തിന്റെ ഉൾഭാഗമായിരിക്കുന്ന കേർണൽ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ കോറായിട്ടുള്ള ഭാഗമാണ് കേർണൽ എന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ. അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ചില സാഹചര്യത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായി വരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എനേബിൾ ചെയ്യാറുണ്ട്. ഓർ ടു ഇൻവോക്ക് സിസ്റ്റം കോൾസ്, ചില സിസ്റ്റത്തിന്റെ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ചില ജോലികൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ, ചെയ്യേണ്ടതായി വരുമ്പോൾ സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഇന്ററപ്റ്റുകളാണ് സോഫ്റ്റ്വെയർ. അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇവ സംഭവിക്കുന്നത്. എസ്പെഷ്യലി ഡ്യൂറിങ് എറർ ഓർ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സമയത്താണ് സാധാരണ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകൾ ഉണ്ടായി വരിക. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് ആർ ജനറലി യൂസ്ഡ് ടു മേക്ക് സിസ്റ്റം കോൾസ്. സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചില കോളുകൾ ചെയ്യാൻ, സിസ്റ്റമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ചില ജോലികൾ ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകൾ. ഇനി മൂന്നാമതായി എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് എന്താന്ന് നോക്കാം. എക്സ്റ്റേണൽ ഇന്ററപ്ഷൻസ് ആർ ജനറേറ്റഡ് ബൈ പെരിഫറൽ ഡിവൈസ്. സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡിവൈസസുകൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മുഖാന്തരം ഉടലെടുക്കുന്നവയാണ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റുകൾ. അത് കീബോർഡ് ഉണ്ടാക്കുന്ന ഇന്ററപ്റ്റ് ആവാം, പ്രിന്റർ ആവാം, കമ്മ്യൂണിക്കേഷൻ കാർഡുകൾ ഉണ്ടാക്കുന്നതാകാം. External interrupt occurs when an input or an output device requests for an operation and the CPU will execute that instruction first. അപ്പോൾ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണോ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്, ആ സമയത്താണ് CPU അല്ലെ അത്തരം ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്റ്റേണൽ ഇന്ററപ്റ്റുകൾ ഉപയോഗപ്പെടുന്നത്. These interruptions are not sent directly to the CPU, but they are sent to an integrated circuit whose function is to exclusively handle this type of interruption. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ററപ്റ്റുകൾ, എക്സ്റ്റേണൽ ഇന്ററപ്റ്റുകൾ ഉണ്ടായാൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ട് CPU-നല്ല പോകുന്നത്, മറിച്ച് അത്തരം ഇന്ററപ്റ്റുകൾ സർവീസ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്രത്യേകം ഇന്ററപ്റ്റ് സർക്യൂട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവയാണ് ഈ എക്സ്റ്റേണൽ ഇന്ററപ്റ്റുകൾക്ക് സർവീസ് ചെയ്യാനായിട്ട് പ്രയോജനപ്പെടുന്നത്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററപ്റ്റുകളെ രണ്ട് ക്ലാസ് ആയിട്ട് നമുക്ക് തിരിക്കാം. മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. മാസ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലത്ത് നിങ്ങൾ കൊറോണ കാലത്ത് മാസ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളുടെ മുഖത്തെ മറയ്ക്കുന്നതാണ് മാസ്കുകൾ. അത്തരത്തിലാണെങ്കിൽ an interrupt can be disabled by writing some instructions is known as maskable interrupt. ചില ഇന്ററപ്റ്റുകളെ നിങ്ങൾക്ക് മറ്റു ചില പ്രോഗ്രാമുകളുടെയോ നിർദ്ദേശങ്ങളുടെ സഹായത്തോടു കൂടി അതിനെ മാസ്ക് ചെയ്യാൻ പറ്റും. അതായത് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. അത് തൽക്കാലം സർവീസ് ചെയ്തില്ലെങ്കിലും പ്രയോജനമില്ലാത്ത ഒരു ഇന്ററപ്റ്റുകളാണ് മാസ്കബിൾ ഇന്ററപ്റ്റ്. പക്ഷേ രണ്ടാമത്തെ കാറ്റഗറി നിന്ന് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് അവ ഹാർഡ്വെയർ ഇന്ററപ്റ്റുകളാണ്. സാധാരണയായിട്ട് ദാറ്റ് സ്റ്റാൻഡേർഡ് ഇന്ററപ്റ്റ് മാസ്കിംഗ് ടെക്നിക്സ് ഇൻ ദ സിസ്റ്റം കനോട്ട് ഇഗ്നോർ. അപ്പോൾ അത്തരത്തിലുള്ള ഇന്ററപ്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്തേ മതിയാകൂ. ആ ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവ സർവീസ് ചെയ്യാതെ നിങ്ങൾക്ക് മാസ്ക് ചെയ്ത് മാറ്റി നടത്താൻ കഴിയാത്തവയാണ്
നോൺ മാസ്കബിൾ ഇന്ററപ്റ്റുകൾ. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒരു ഇന്ററപ്റ്റ് വന്നാൽ അവ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു, അതിനുള്ള പൊതുവെ അവലംബിക്കുന്ന രീതികളാണ് നമ്മൾ പ്രോസസിംഗ് ഓഫ് ഇന്ററപ്റ്റ്സിൽ പരിചയപ്പെടാൻ നോക്കുക. An interrupt triggers a sequence of events to occur within the computer system. സ്വാഭാവികമായിട്ടും ഒരു ഇന്ററപ്റ്റ് സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ ജോലിയല്ല. ഒത്തിരി അധികം ഇവന്റ്സുകൾ അല്ലെ ഒന്നിനു പിറകെ ഒന്നായി ചെയ്താൽ മാത്രമേ ഒരു ഇന്ററപ്റ്റിന് നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാനായിട്ട് കഴിയൂ. These events acknowledge the interrupt and perform actions necessary to service interrupt. അപ്പോൾ ആ ഇന്ററപ്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി സെറ്റ് ചെയ്തിരിക്കുന്ന ചില ഇവന്റ്സുകൾ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ ആ ഇന്ററപ്റ്റിന്റെ സഹായകമാകുക, ഇന്ററപ്റ്റ് സർവീസ് ചെയ്യുന്നതിന് സഹായമാകുക എന്ന് ചുരുക്കം. ദീസ് ഇവന്റ്സ് ഓൺലി ഓക്കർ ഇഫ് ദ ഇന്ററപ്റ്റ് ഈസ് എനേബിൾ. അപ്പോൾ ഓരോ ഇന്ററപ്റ്റും എനേബിൾ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഒരു കുട്ടി ബോധം കെട്ട് വീഴുന്നു, അതൊരു ഇന്ററപ്റ്റാണ്. ആ ഇന്ററപ്റ്റ് സർവീസ് ചെയ്യുന്നത് പോലെ അല്ല ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് വന്നിട്ട് വേറൊരു കുട്ടിയെ വിളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ ദി interrupt, the service, the events which are required for servicing interrupts may be different. The software to service the interrupt is called handler. ഒരു ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ നമ്മൾ ഹാൻഡ്ലർ എന്ന് പറയുന്നത്. ഹാൻഡ്ലർ ഈസ് എസെൻഷ്യലി എ സബ് റൂട്ടീൻ. ഹാൻഡ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് പ്രോഗ്രാം ആണ്, സബ് റൂട്ടീൻ ആണ്. അവ ഉപയോഗിച്ചിട്ടാണ് ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യുക. There may be one handler routine for each interrupt and one unified handler routine for one. ചിലപ്പോൾ ഓരോ ഇന്ററപ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഹാൻഡ്ലർ റൂട്ടീൻ ഉണ്ടാകും, ഓരോ സബ് പ്രോഗ്രാം ഉണ്ടാകും. ചില സമയത്ത് യൂണിഫൈ ആയിട്ടുള്ള ഹാൻഡ്ലർ ഉണ്ടാകും. കുറെ അധികം ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യാനായിട്ട് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ്ലർ ഉണ്ടാകുകയും ചെയ്യാം. Once a handler routine has executed, CPU returns where it left off in the main program. ഒരു ഹാൻഡ്ലർ റൂട്ടീൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ CPU എവിടേക്ക് മടങ്ങി പോകും? എവിടെ നിന്നാണോ ആ പ്രോഗ്രാമിലേക്ക് ഹാൻഡ്ലറിലേക്ക് എത്തിയത് അവിടേക്ക് തിരികെ പോകും. Regardless of the configuration of the handler routine or routines, each interrupt is serviced by the following sequence. ഇന്ററപ്റ്റ് സർവീസ് ചെയ്യാനായിട്ടുള്ള സീക്വൻസ് അല്ലെങ്കിൽ റൂട്ടീൻസ് എന്തോ ആയിക്കൊള്ളട്ടെ, എന്നിരുന്നാലും എല്ലാ ഇന്ററപ്റ്റുകളും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോവുക. ഒന്നെന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ, until the current instruction has been executed. അങ്ങനെ മൈക്രോ പ്രോസസർ തുടങ്ങുന്ന സമയത്ത് ഐഡിൽ ആയിട്ടിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഒരു ഇന്ററപ്റ്റ് വരുന്നു എന്ന് കരുതുക. അങ്ങനെ അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഹാൻഡ്ലർ റൂട്ടീൻ. ഒരു ഇന്ററപ്റ്റ് വരുമ്പോൾ ആദ്യം ആ സബ് റൂട്ടീൻ, ആ ഇന്ററപ്റ്റ് സർവീസ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമിന്റെ അഡ്രസ് എന്ത് ചെയ്യുന്നു? അതാദ്യം എടുത്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ അതാദ്യം മനസ്സിലാക്കുന്നു. അത് വെക്റ്റേർഡ് ഇന്ററപ്റ്റുകൾക്ക് മാത്രമാണ് ഇത് ബാധകം. Vectored interrupts supply the CPU with information of the interrupt vector, which is used to generate address of the handler routine for that interrupt. അപ്പോൾ vectored interrupt ആണെങ്കിൽ അഡ്രസ് ജനറേറ്റ് ചെയ്യാനായിട്ട് അല്ലെ ഹാൻഡ്ലർ റൂട്ടീനിന്റെ അഡ്രസ് നമ്മൾ എടുക്കും. നോൺ വെക്റ്റേഡ് ആയിട്ടുള്ള ഇന്ററപ്റ്റുകളാണെങ്കിൽ യൂസസ് ഹാൻഡ്ലർ റൂട്ടിംഗ് അറ്റ് എ നോൺ അഡ്രസ്. വെക്റ്റേഡ് ഇന്ററപ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് ഹാൻഡ്ലർ റൂട്ടീൻ ആണോ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഹാൻഡ്ലർ റൂട്ടീനിന്റെ അഡ്രസ് നിങ്ങൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അത് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. നോൺ വെക്റ്റേഡ് ആണെങ്കിൽ ഹാൻഡ്ലർ റൂട്ടീൻ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഓരോ നോൺ വെക്റ്റേഡ് ഇന്ററപ്റ്റും എവിടെയാണ് ഏത് ഹാൻഡ്ലാണ് ഉപയോഗിക്കുന്നതെന്ന് സിസ്റ്റത്തിന് നേരത്തെ അറിയാം, അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. So CPU does not need any additional information to generate this address and access its handler routine. അപ്പോൾ നോൺ വെക്റ്റേഡ് ഇന്ററപ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് അഡ്രസ് കൊടുക്കേണ്ട കാര്യമില്ല, CPU അറിയാം എന്ത് ചെയ്യണമെന്ന്. അതല്ലാത്ത കേസുകളിൽ നമ്മൾ ഏത് റൂട്ടീനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എന്ത് പ്രോഗ്രാമാണ് ഈ ഇന്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സർവീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പ്രതിപാദിക്കും. മൂന്നാമത്തെ ജോലി എന്ന് പറയുന്നത് അഡ്രസ് കിട്ടിക്കഴിഞ്ഞു, ഏത് പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അഡ്രസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്ന ജോലി ആ പ്രോഗ്രാം ഇൻവോക്ക് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്.
when the CPU accesses the handler routine, it pushes the current value of the program counter. അപ്പോൾ എന്ത് ചെയ്യുന്നു, നിലവിൽ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ, അതായത് ഹാൻഡ്ലർ ഇൻവോക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യുന്നു, നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ നിർത്തി വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഇന്ററപ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മടങ്ങി വന്ന് പഴയ ജോലി പുനരാരംഭിക്കാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, പുഷസ് ദ കറണ്ട് വാല്യൂ ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ, നിലവിലെ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ആൻഡ് ലോഡ്സ് ദ അഡ്രസ് ഓഫ് ദ ഹാൻഡ്ലർ റൂട്ടീൻ ഇൻ ടു ദി പ്രോഗ്രാം കൗണ്ടർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹാൻഡ്ലർ ഇൻവോക്ക് ചെയ്യാനായിട്ട് ഹാൻഡ്ലർ റൂട്ടീനിന്റെ അഡ്രസ് എടുത്ത് പ്രോഗ്രാം കൗണ്ടറിൽ വയ്ക്കുന്നു. പ്രോഗ്രാം കൗണ്ടർ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓരോ പ്രാവശ്യവും അടുത്ത് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിന്റെ അഡ്രസ്സാണ് നമ്മൾ പ്രോഗ്രാം കൗണ്ടറിലേക്ക് വെക്കുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു, നിലവിലെ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ സ്റ്റാക്കിലേക്ക് എടുത്ത് മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ടെമ്പററി ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. എന്നിട്ട് പ്രോഗ്രാം കൗണ്ടറിലേക്ക് പുതിയ ഹാൻഡ്ലറിന്റെ അഡ്രസ്സ് സേവ് ചെയ്യുന്നു. അപ്പോൾ അതിനർത്ഥം അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഹാൻഡ്ലർ റൂട്ടീനിന്റെ അഡ്രസ് ആണ് എന്ന് ആർക്ക് മനസ്സിലാവും, CPU-വിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുക. ഹാൻഡ്ലർ റൂട്ടീൻ ദെൻ പെർഫോംസ് ഇറ്റ് ടാസ്ക്. അല്ലെ, ഹാൻഡ്ലർ റൂട്ടീനിൽ എന്ത് ചെയ്യുന്നു, അതിന്റെ ജോലി ചെയ്യുന്നു. ഏത് പ്രോഗ്രാമാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ് ഇപ്പൊ പ്രോഗ്രാം കൗണ്ടറിൽ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആ ജോലി തുടരുന്നു. ഈ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തിരികെ എവിടേക്ക് പോകുന്നു, എവിടെ നിന്നാണോ ഈ ഇന്ററപ്റ്റ് സർവീസ് ചെയ്യാനായിട്ട് വന്ന് ആ ലൊക്കേഷനിലേക്ക് തിരിച്ചു പോകുന്നു. അതിനെന്ത് സഹായമാവുന്നു, പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ നിങ്ങൾ പോപ്പ് ചെയ്യണം, സ്റ്റാക്കിൽ നിന്നും തിരിച്ചെടുക്കണം. പോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൽ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള സ്റ്റാക്കിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വാല്യൂ അഡ്രസ്സിനെ അവിടെ നിന്ന് എടുത്തിട്ട് പ്രോഗ്രാം കൗണ്ടറിലേക്ക് വയ്ക്കുന്നു. അതായത് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നേരത്തെ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത എക്സിക്യൂട്ട് ചെയ്യാനുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് ഹാൻഡ്ലർ റൂട്ടീനിന്റെ അഡ്രസ് ആണെന്ന് പരിഗണിച്ച് അതിനെടുത്ത് പ്രോഗ്രാം കൗണ്ടറിൽ വെച്ചു. ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ പൂർത്തീകരിച്ചതിന് ശേഷം പ്രോഗ്രാം കൗണ്ടറിലേക്ക് എന്തെടുത്ത് വയ്ക്കുന്നു, നേരത്തെ നമ്മൾ സ്റ്റാക്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്റ്റാറ്റസ് എവിടെ വേണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ആ അഡ്രസ്സിനെ പോപ്പ് ചെയ്യുന്നു, സ്റ്റാക്കിൽ നിന്നും തിരികെ എടുത്തിട്ട് പ്രോഗ്രാം കൗണ്ടറിലേക്ക് വയ്ക്കുന്നു. ഹാൻഡ്ലർ റൂട്ടീൻ സെർവ് ഡിഫറെന്റ് പർപ്പസസ് ഡിപ്പെൻഡിങ് ഓൺ ഹാർഡ്വെയർ ആൻഡ് ഇന്റേണൽ കോസ് ഓഫ് ദെയർ അസോസിയേറ്റഡ് ഇന്റർ. അപ്പോൾ ഹാൻഡ്ലർ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ജോലിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. Regardless of the purpose of the handler routine, there are something a handler routine may do. ചില കാര്യങ്ങൾ അല്ലാതെ ചെയ്യേണ്ടി വരും. ഒന്നെന്ന് പറയുന്നത് one is to disable any further interrupts. ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത് വേറൊരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം നിലവിലൊരു ഇന്ററപ്റ്റ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഡിസേബിൾ ഫർദർ ഇന്ററപ്റ്റ്. ഇതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ICU ബെഡ് വിചാരിക്കുക, ആശുപത്രികളിൽ ICU ഉണ്ട്. ICU ഒരു സമയത്ത് ഒരു ബെഡേ ഉള്ളെന്ന് വിചാരിക്കുക ഒരു ആശുപത്രിയിൽ. അപ്പോൾ ഒരാൾ ICUവിനകത്ത് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെളിയിൽ വേറൊരു റെഡ് ലൈറ്റ് കത്തിക്കുന്നു, അതായത് ഇനി വേറെ ആരെയും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കാൻ. അതുപോലെയാണ് ഇന്ററപ്റ്റിന്റെ കാര്യം. ഒരു ഇന്ററപ്റ്റ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസേബിൾ ഫർദർ ഇന്ററപ്റ്റ്, ഇനി വേറെ ഇന്ററപ്റ്റിനെയും എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് ഇന്ററപ്റ്റിനെ ബാക്കിയുള്ള വരുന്ന ഇന്ററപ്റ്റുകളെ ഡിസേബിൾ ചെയ്യുന്നു. ഹാൻഡ്ലർ റൂട്ടീൻ മേ ക്ലിയർ ദ കറണ്ട് ഇന്ററപ്റ്റ്. ഹാൻഡ്ലർ റൂട്ടീൻ എന്ത് ചെയ്യുന്നു, കറണ്ട് ഇന്ററപ്റ്റിനെ ക്ലിയർ ചെയ്യുന്നു. ദിസ് ഈസ് ഡൺ അവോയ്ഡിങ് ഹാവിംഗ് വൺ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് ട്രിഗർ മോർ ദാൻ വൺ ഇന്ററപ്റ്റ്. അപ്പോൾ ചില സമയത്ത് ഇത് ചെയ്തില്ല എങ്കിൽ, ക്ലിയർ ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഒരു ഇന്ററപ്റ്റ് റിക്വസ്റ്റ് ഒന്നിലധികം ഇന്ററപ്റ്റുകളെ ട്രിഗർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. Finally, handler routine should ensure that it release all pertinent registers in their initial value. ഇന്ററപ്റ്റുകൾ സർവീസ് ചെയ്ത് പൂർത്തിയായി കഴിയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രജിസ്റ്ററിന്റെ വാല്യൂസ് അത്രയും എടുത്ത് അല്ലെ മെയിൻ പ്രോഗ്രാമിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് അതാത് രജിസ്റ്ററിൽ വച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. ഇത്ര ആയി കഴിയുമ്പോൾ നമ്മുടെ ഇന്ററപ്റ്റ് സർവീസിങ് കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.